ഒരു പൊതുബോധം കേരളത്തിൽ CPM-നെ തീർക്കാൻ വേണ്ടി രൂപപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിൽ പലതരത്തിലുള്ള പ്രചരണങ്ങളുണ്ട്, പലതരത്തിലുള്ള വിമർശനങ്ങളുണ്ട്. എന്തായാലും ആ പൊതുബോധത്തിനോടൊപ്പം ഞങ്ങൾ നീന്താനില്ല എന്ന തിരിച്ചറിവിൽ കൂടിയാണ് നമ്മൾ ഈ തുറന്ന ചർച്ച സംഘടിപ്പിക്കുന്നത്. ശരിയാണ്, തെരഞ്ഞെടുപ്പിൽ CPM പരാജയപ്പെട്ടു. പക്ഷേ വിമർശനങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാവുന്നു. അത് പാർട്ടിയെ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും കനകോലു സിദ്ധാന്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രചരണമാണെന്നും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്നു. പക്ഷേ അപ്പോഴും പ്രസക്തമായൊരു ചോദ്യം, കോൺഗ്രസിൻ്റെ വിമർശനങ്ങളെ നിങ്ങൾക്ക് പ്രതിഷേധിക്കാം, മാധ്യമങ്ങൾ നടത്തുന്ന ഗൂഢാലോചനയെക്കുറിച്ച് നമുക്ക് പ്രതിരോധമുന്നയിക്കാം, പക്ഷേ CPI-യുടെ വിമർശനങ്ങളെ തന്നെ നിങ്ങൾ എങ്ങനെയാണ് പ്രതിരോധിക്കുക ശ്രീ എ റഹീം? കനകോലു സിദ്ധാന്തത്തിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണത്. അതായത് പൊതുബോധം ഉണ്ടാവുകയല്ല, പൊതുബോധം ഉണ്ടാക്കുകയാണ്. മാസ് സൈക്കോളജി ഓഫ് ഫാസിസം എന്ന പുസ്തകം, അല്ലെങ്കിൽ ഒട്ടനവധി സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് മാസ് സൈക്കോളജി മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുക, നിർമ്മിച്ചെടുക്കുക, വ്യാജസമിതികളുടെ നിർമ്മിതി എന്നെല്ലാം തുടങ്ങി ഒരുപാട് തിയറികളുണ്ട്. ഞാൻ തിയററ്റിക്കലായിട്ടൊന്നും പോകുന്നില്ല. ലളിതമായി പറഞ്ഞാൽ CPI-യെപ്പോലും അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വത്തെപ്പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം, ഇടതുപക്ഷത്തുള്ളവരെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം വലിയ തോതിൽ വലിയ പ്രൊപ്പഗാൻഡ, പ്രചാരവേല ഇടതുപക്ഷത്തിനെതിരെ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു പാർട്ടി അഭിപ്രായം പറയുന്നത്, ഞാനൊരിക്കലും CPI ആ അർത്ഥത്തിൽ കുറ്റം പറയുന്നില്ല, അത് കഴിഞ്ഞു. ഞാൻ അത്തരമൊരു വിവാദത്തിലേക്കോ ഏറ്റുമുട്ടലിലേക്കോ പോകാൻ ഉദ്ദേശിക്കുന്നേയില്ല. അങ്ങനെ ഒരു ഏറ്റുമുട്ടൽ കൂടി ഉണ്ടാകണം എന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. എതിർപക്ഷത്ത് വലതുപക്ഷം ആഗ്രഹിക്കുന്നുണ്ട്. അതല്ല ഇന്നത്തെ കാലം. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും ഞാനത് പറഞ്ഞതാണ്, ഗോവിന്ദ മാഷ് പറഞ്ഞതാണ്, ഞങ്ങളത് ആഗ്രഹിക്കുന്നേയില്ല. എന്തുകൊണ്ട് അവർ പോലും ഉന്നയിച്ചു എന്ന ചോദ്യം ഉന്നയിച്ചാൽ അവരെപ്പോലും സ്വാധീനിക്കുന്ന വിധം വലിയ പ്രൊപ്പഗാൻഡ കേരളത്തിലെ ഇടതുപക്ഷത്തിനെതിരെ ഉയർന്നു വരുന്നു, SFIക്കെതിരെ ഉയർന്നു വരുന്നു. നേതൃത്വം എന്ന് പറയുമ്പോൾ നേതൃത്വം കൊടുക്കുന്ന സഖാവ് പിണറായി വിജയൻ മുതൽ ഇങ്ങു താഴേക്ക് വിവിധ പാർട്ടി നേതാക്കൾ, അതിൻ്റെ താഴേക്ക് യുവജന നേതാക്കൾ, അങ്ങനെ വ്യത്യസ്ത മേഖലകളിലുള്ള ഇനി അടുത്തു വരാവുന്നൊരു ജനറേഷനെ പോലും ഇകഴ്ത്തിക്കാണിക്കാൻ, ഡീഗ്രേഡ് ചെയ്യാനുള്ള സംഘടിതമായ നീക്കം നടക്കുന്നു. ഇതൊരു പ്രൊപ്പഗാൻഡ രീതിയാണ്. വസ്തുതകളൊന്നുമില്ല. എന്തെങ്കിലും വസ്തുതയുണ്ടോ? വസ്തുതയുടെ ഇത്തിരി വെട്ടം പോലുമില്ലാതെ വ്യാപകമായി അടച്ചാക്ഷേപിക്കുക. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് സഖാവ് PM മുഹമ്മദ് റിയാസിനെതിരെ വന്ന ശക്തമായ ആരോപണം. ഇതെല്ലാം ഇങ്ങനെയാണ്, ഇതെല്ലാം വ്യാജ ആരോപണങ്ങളാണ്. അപ്പോൾ വ്യാജ ആരോപണങ്ങളിലൂടെ ബോധപൂർവം ഒരു പ്രതീതി നിർമ്മാണമാണ് ഇടതുപക്ഷത്തിനെതിരെ നടക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ വളരെ ക്ലിയറാണ്. 2021 ഒരു തുടർഭരണം ഉണ്ടാവുക എന്നത് എല്ലാ ശക്തികളെയും, ഞങ്ങളുടെ എതിരായ എല്ലാ വലതുപക്ഷ ശക്തികളെയും ഞെട്ടിപ്പിച്ച സംഭവമാണ്. നോക്കൂ ശ്രീ അരുൺ, 1957 ഒന്നാമത്തെ EMS സർക്കാർ അധികാരത്തിൽ വന്നു. അത് അത്ഭുതകരമായൊരു വരവായിരുന്നു. അതിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി വലിയ തോതിലുള്ള പ്രചരണോപാധികൾ കേരളത്തിൽ സംഘടിപ്പിക്കപ്പെട്ടു എന്നും കേരളത്തിൽ മാധ്യമങ്ങളെപ്പോലും അതിനുവേണ്ടി പെയ്ഡ് ചെയ്തുവെന്നും പിന്നീട് തെളിയിക്കപ്പെട്ടു. പാട്രിക് മൊയ്നിഹാൻ്റെ പുസ്തകമുണ്ട്, എ ഡേഞ്ചറസ് പ്ലേസ്. അതിൽ വ്യക്തമാക്കപ്പെട്ട കാര്യമാണ്. 1957 ശേഷം 21 മറ്റൊരു മാജിക്ക്, ഒരു പൊളിറ്റിക്കൽ റെവല്യൂഷൻ എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല, ഒരു രാഷ്ട്രീയ മാറ്റം കേരളത്തിൽ ഉണ്ടാകുന്നത്. അത് 2021 99 സീറ്റ് നേടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു തുടർ ഭരണം എന്ന മാജിക്കിലേക്ക് വരുന്നു. അതും സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ മാറ്റമുണ്ടാകുന്നു. ഞാൻ ചോദിക്കട്ടെ, 57 ശക്തികൾ അതിനെതിരെ പ്രതികരിച്ചു, പ്രവർത്തിച്ചു എന്നുള്ളത് വസ്തുതയാണെങ്കിൽ 2021 അവരുടെ റിസോഴ്സ്, അവരുടെ ശക്തി 10 മടങ്ങ് ഇരട്ടിയാണ്. അന്ന് കേന്ദ്രത്തിൽ അധികാരത്തിലുണ്ടായിരുന്നത് ഒരു പരിധിവരെ ജനാധിപത്യവാദി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന നെഹ്റു ആണെങ്കിൽ ഇന്നതല്ല, നരേന്ദ്രമോദിയും BJP ഗവൺമെൻറ്റുമാണ്. 21 ശേഷം സംഘടിതമായ കടന്നാക്രമണം ഉണ്ടായി എല്ലാ അർത്ഥത്തിലും. അത് ഫിസ്ക്കൽ ഫെഡറലിസത്തിൻ്റെ കാര്യത്തിൽ, ധനപരമായി ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യത്തിലാകട്ടെ, മറ്റെല്ലാ കാര്യത്തിലും വലിയ തോതിലുള്ള കടന്നാക്രമണം. 2021 ശേഷം കേരളത്തിലെ എല്ലാ വലതുപക്ഷ സാധ്യതകളെയും പ്രയോജനപ്പെടുത്തി അവർ വലതുപക്ഷ ശക്തികളാകെ ശക്തമായി ഞങ്ങൾക്കെതിരെ നിൽക്കുന്നു. എതിരാളികൾ ഒന്നടങ്കം നിൽക്കുന്നു. ഇപ്പോൾ നോക്കൂ, UDF ആകെ നിൽക്കുന്നു, BJP ആകെ നിൽക്കുന്നു. ഞങ്ങൾക്കെതിരെ നിൽക്കാൻ സാധ്യതയുള്ള എല്ലാ ശക്തികളും, അങ്ങനെ പ്രത്യക്ഷവും പരോക്ഷവുമായി എല്ലാവരും നിൽക്കുന്നു. ഇതിൻ്റെ ഭാഗമായി ഇവർ നിർമ്മിച്ചെടുക്കുന്ന വലിയൊരു പ്രതീതിയുണ്ട്. ആ പ്രതീതി നിർമ്മാണം എന്താണ്? കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ മഹാമോശമാണ്. അതിലൊരു നരേഷൻ കൊണ്ടുവരികയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന സഖാവ് പിണറായി വിജയൻ, അദ്ദേഹത്തിൻ്റെ ശൈലി, അദ്ദേഹത്തിൻ്റെ രീതികൾ, ഇതെല്ലാമാണ് പ്രശ്നം എന്നൊരു നരേഷൻ കൊണ്ടുവരുന്നു. 2021 മുമ്പുണ്ടായിരുന്ന ഒന്നാം പിണറായി സർക്കാർ അത്യുജ്വലമായിരുന്നു, ഈ ഗവൺമെൻറ് അത്ര പോരാ എന്നൊരു നരേഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു.
അടുത്ത തലമുറയെ വാർത്തെടുക്കാൻ കഴിയുന്ന, ഇടതുപക്ഷ ബോധത്തെ വാർത്തെടുക്കാൻ കഴിയുന്ന നിർണായകമായ ഇടപെടൽ നടത്തുന്ന ഒരു സംഘടന എസ് എഫ് ഐ ആകെ കുഴപ്പമാണ് എന്നൊരു പൊതുബോധത്തെ നിർമ്മിച്ചെടുക്കുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഞങ്ങൾക്കെതിരായ ഒരു പൊതുബോധത്തെ നിർമ്മിച്ചെടുക്കുന്നു. കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ കരുത്തായ ഒരിടമാണ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശക്തമായ Debate with Arun Kumar.